ഒരു സ്ട്രോങ് മൂവ്മെന്റ് മുന്നേ ഒരു കാം ഫേസ് ഉണ്ട്. അപ്പൊ ഈ ഒരു കാം ഫേസിലാണ് ഓപ്പർച്യൂണിറ്റീസ് ബിൽഡ് ആവുന്നത്. സോ ഇന്നത്തെ നമ്മുടെ വീക്ക്ലി ബ്രേക്ക്ഔട്ട് സീരീസിൽ ചാർട്ടിൽ നോട്ടീസബിൾ ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട് കാണിക്കുന്ന 3 സ്റ്റോക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് സ്റ്റോക്ക് വരുന്നത് KEI ഇൻഡസ്ട്രീസ് ആണ്. ജൂൺ 2024 സ്റ്റോക്ക് പ്രീവിയസ് ഹൈ ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം ഏകദേശം 50% കറക്ഷൻ കണ്ടു. അതിനുശേഷം സ്റ്റോക്ക് മൊമെന്റം പിക്ക് ചെയ്തു. അതിൽ ഫെബ്രുവരി 2026 മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ട് നൽകി. അപ്പൊ ഇവിടെ 4685 താഴെ പോയ ഈ ഒരു ട്രെൻഡ് ഇവിടെ ഇൻവാലിഡ് ആവും. ഇനി ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിലെ സെക്കൻഡ് സ്റ്റോക്ക് വരുന്നത് കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ് ആണ്. ഇപ്പൊ ജൂലൈ 2024 1450 എന്ന അവരുടെ പീക്ക് ലെവലിൽ നിന്ന് സ്റ്റോക്ക് ഏകദേശം 60% കറക്റ്റ് ചെയ്തു. റീസെന്റ് പ്രൈസ് ആക്ഷൻ കാണിക്കുന്ന ഹയർ ഹൈസ് ഹയർ ലോസ് ഇതിൽ സ്ട്രോങ് വോളിയത്തോടെ മൊമെന്റ് ഇംപ്രൂവ് ചെയ്യുന്നതാണ്. സ്റ്റോക്ക് ഫൈനലി ഫെബ്രുവരി 2026 ബ്രേക്ക്ഔട്ടോടെ നൽകി. 1265 താഴെ പോയ ഈ ഒരു ട്രെൻഡ് ഇവിടെ ഇൻവാലിഡ് ആവും. ഇനി ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് സ്റ്റോക്ക് വരുന്നത് ഷാഫ്ലർ ഇന്ത്യ ആണ്. ഓൾ ടൈം ഹൈയിൽ നിന്ന് സ്റ്റോക്ക് ഏകദേശം 42% കറക്റ്റ് ചെയ്തു. അപ്പൊ ഇവിടെ റിക്കവറിക്ക് ശേഷം കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോയി. ഏകദേശം 4300 സോണിന്റെ അടുത്ത് തുടർച്ചയായിട്ട് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. ഇപ്പൊ ഫെബ്രുവരി 2026 പ്രൈസ് ഫൈനലി റേഞ്ചിന് മേലെ പോയി. അപ്പൊ ഇത് ചാർട്ടിലെ സ്ട്രക്ചറൽ ബ്രേക്ക്ഔട്ട് ആണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ഇവിടെ 4080 താഴെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ഇവിടെ ഇൻവാലിഡ് ആവും. സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ 3 ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ്. അപ്പൊ വേറെ ഏതൊക്കെ സ്റ്റോക്സിലാണ് നിങ്ങൾ ബ്രേക്ക്ഔട്ട് ശ്രദ്ധിക്കുന്നത്? അത് താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാം.